ദൈവം പ്ലാൻ തന്നു. ദൈവം പറഞ്ഞതുപോലെ വള്ളി പുള്ളി തെറ്റാതെ അനുസരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, വഴിക്ക് വെച്ച് ഇട്ടിട്ട് പോകത്തക്കവണ്ണം പ്രശ്നങ്ങളുണ്ടാവും. സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ഹൊരോന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരു ആൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. നോക്കിയേ, അപ്പം നെഹമ്യാവ് ചെയ്യാൻ പോകുന്നത് ഗുണമാണ്. ദൈവം ഒരിക്കലും ദോഷം ചെയ്യാൻ പറയത്തില്ല, പഠിപ്പിക്കത്തുമില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഇടിഞ്ഞു കിടക്കുന്ന മതിൽ പണിയാനുള്ള നിയോഗമേറ്റെടുത്ത് നെഹമ്യാവ് വന്നപ്പോൾ 4 മാസം അതിനുവേണ്ടി മാറ്റിവെച്ചു. ചുമ്മാ 1 ദിവസം 2 ദിവസമൊന്നുമല്ല, 4 months കരച്ചിലായിരുന്നു, ദുഃഖിക്കുകയായിരുന്നു, പാപങ്ങൾ ഏറ്റുപറയുകയായിരുന്നു, ഉപവസിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. ചുമ്മാ അതൊന്നുമല്ല. ആ 4 മാസം കൊണ്ട് ദൈവത്തിൽ നിന്നൊരു നിയോഗം കിട്ടി. സ്തോത്രം. ഒരു തലമുറ മുഴുവൻ വീണ് കിടക്കുക. അതിൻ്റെ നടുവിൽ നെഹമ്യാവിന് നല്ല പൊസിഷനാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഈ ഭൂമി കൊണ്ട് തീരും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി നിത്യത വരെയുള്ളതാ. അതിന് ചുമല് കൊടുക്കാൻ ഒരു കാഴ്ചപ്പാടാണ് നെഹമ്യാവിന് കിട്ടിയത്. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് ദൈവസഭയോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടും ദൈവത്തിനും ദൈവസഭയ്ക്കും ചുമല് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഈ ഭൂമി കൊണ്ട് തീരുന്നത് പണിയല്ല, ഇത് നിത്യത വരെയും പോകുന്ന ഒരു പണിയാ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബാക്കിയൊക്കെ ഈ ഭൂമി കൊണ്ട് തീരും. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ചെയ്തതിനും ഇവിടെ കൂട്ടിയതിനും ഒന്നും നമുക്ക് സ്തോത്രം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ ഭൗതിക കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് സ്തോത്രം ദൈവത്തിനും ദൈവസഭയ്ക്കും വേണ്ടി സമയങ്ങൾ വേർതിരിച്ച് ചുമല് കൊടുത്തതിൻ്റെ പ്രതിഫലമെല്ലാം സ്വർഗം വരെ എത്തുന്നതാണെന്ന് തിരിച്ചറിയുന്നവരായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക.